കഴിഞ്ഞ ദിവസം പെരുന്നയിൽ NSS ആസ്ഥാനത്ത് നടന്ന മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് രമേശ് ചെന്നിത്തല സംസാരിക്കുകയുണ്ടായി. അതിന് തൊട്ടു മുമ്പത്തെ ദിവസം വൈക്കത്ത് SNDPയുടെ പദയാത്ര അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വരുന്നൊരു ദിവസം മലപ്പുറത്തെ സുന്നി സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. രമേശ് ചെന്നിത്തല ഇങ്ങനെ സജീവമാവുകയാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചെഴുതാനുള്ള, മാറ്റി എഴുതാനുള്ള ശ്രമമാണോ ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. NSS, SNDP, മുസ്ലിം ലീഗ് എല്ലാവരെയും കൂടെ നിർത്തി സജീവമാവുകയാണ് രമേശ് ചെന്നിത്തല. എന്തു തോന്നുന്നു? കേരളത്തിൻ്റെ കോൺഗ്രസിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമവാക്യങ്ങൾ മാറ്റി എഴുതാനുള്ള പുറപ്പാട് തന്നെയാണത്? ആവണം, അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും അതിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം UDFനെ നയിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ LDF തുടർഭരണം നേടുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കാൻ ഉമ്മൻചാണ്ടി അടക്കം രമേശ് ചെന്നിത്തല തന്നെയാണ് പ്രതിപക്ഷ നേതാവാകേണ്ടതെന്ന അഭിപ്രായം പറഞ്ഞതിന് ശേഷവും VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്ന കാഴ്ചയുണ്ട്. പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ രമേശ് ചെന്നിത്തല സൈലൻ്റ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേസമയം അദ്ദേഹം ചില പ്രദേശങ്ങൾ മുമ്പ് VS അച്യുതാനന്ദനൊക്കെ പ്രശ്നബാധിതമായ പ്രദേശങ്ങളൊക്കെ നേരിട്ട് സന്ദർശിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തല ചില പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാൻ, പ്രശ്നങ്ങളുണ്ടാകുന്ന ചില പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പൊതുവിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കുറവായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞൊരു വർഷത്തിനിടെ നമ്മൾ കാണുന്നത് രമേശ് ചെന്നിത്തല കൂടുതൽ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതും ആദ്യത്തെ പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷത്തു നിന്ന് UDFൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പ്രതികരണം, പല പ്രശ്നങ്ങളിലും ആദ്യത്തെ പ്രതികരണം രമേശ് ചെന്നിത്തലയുടേതായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് മുതൽ തുടങ്ങിയൊരു തയ്യാറെടുപ്പിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ സംഗതികളെ കാണണം. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പം വൈക്കത്തെ SNDP യോഗത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പോലെയല്ല പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. അതുപോലെയല്ല ഇവിടെ സുന്നി സംഘടനയുടെ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷിക, അത് പ്രധാനപ്പെട്ടൊരു സ്ഥാപനമാണ് അവരുടെ, ആ സ്ഥാപനത്തിൻ്റെ വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ രണ്ട് പ്രോഗ്രാമിനും കുറച്ചും കൂടെ പ്രാധാന്യമുണ്ട്. പെരുന്നയിൽ പങ്കെടുക്കുന്നതിനും മലപ്പുറത്തെ സുന്നി സംഘടനയുടെ സ്ഥാപനത്തിൻ്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് അവരുടെ ബേസ് വോട്ടാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്ന ഇടങ്ങളാണ് ഇത്. ഒന്ന് തെറ്റിദ്ധരിക്കുന്ന ഇടമാണ്, ഒന്ന് മറ്റത് ശരിയായി ധരിക്കുന്ന ഒരിടവുമാണ്. അപ്പോൾ അവിടേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത വർദ്ധിക്കുന്നതിൻ്റെ തെളിവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ VD സതീശൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ NSSന് അത്രത്തോളം, അല്ലെങ്കിൽ NSSന് എന്ന് പറഞ്ഞുകൂടാ, NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായർക്ക് അത്രത്തോളം അല്ല എന്നുള്ളതുകൊണ്ടാവാം രമേശ് ചെന്നിത്തല വിളിക്കുന്നത്. സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ ഞാൻ പോവില്ല എന്ന് VD സതീശൻ പ്രഖ്യാപിക്കുമ്പോൾ ആ ഗണത്തിൽ സുകുമാരൻ നായരുണ്ട്. അത് സുകുമാരൻ നായർക്ക് സ്വീകാര്യമായൊരു സംഗതി ആവില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒന്നുകൂടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഒന്നുകൂടെ ആശ്രയിക്കാം എന്ന് സുകുമാരൻ നായർ തീരുമാനിച്ചതാവാം അവിടുത്തെ കാര്യം. ഇവിടെ നോക്കുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് VD സതീശനേക്കാൾ കുറെ കൂടെ സ്വീകാര്യനായൊരു നേതാവ് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയായിരിക്കാം. കുറെ കൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുറെ കൂടെ ലീഗിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ തയ്യാറാവുന്ന ഒരു നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഒരുപക്ഷെ മുസ്ലിം ലീഗ് കാണുന്നുണ്ടാവും. അതിൻ്റെ പ്രതിഫലനമാണ് സമസ്ത EK വിഭാഗത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അവരുടെ, ആ സ്ഥാപനത്തിൻ്റെ വാർഷിക ബിരുദദാന ചടങ്ങിലേക്ക് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിട്ടുണ്ടാകും. ഏറ്റവും അവസാനത്തെ കാര്യം കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ മുനമ്പത്തെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത് വഖഫ് ഭൂമി അല്ല എന്ന് VD സതീശനെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ലീഗാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നേതാവിനെ വേണമോ, അതോ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളോടുകൂടെ ആലോചിച്ച് മനസ്സിലാക്കി കുറെ കൂടെ തന്ത്രപരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നേതാവിനെ വേണമോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവാം ലീഗ്. ഞാനിതൊക്കെ ഒരു സാധ്യതയാണ് കേട്ടോ പറയുന്നത്. ഇതൊന്നും നടന്ന കാര്യങ്ങളാവണം എന്നില്ല, ഇതൊരു സാധ്യത ഞാൻ പറയുന്നത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവാം ലീഗ്. അതിൻ്റെ ബാക്കിയായിരിക്കാം ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇവിടെ ക്ഷണിക്കുന്നത്. അപ്പോൾ
എന്തായാലും ഇക്വേഷൻസ് മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നമ്മളിതിനെ കാണണം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷമേ ബാക്കിയുള്ളൂ. LDF സർക്കാരിനെതിരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. LDF സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന തോന്നൽ വളരെ ശക്തവുമാണ്. ആ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന് 2021 സാധിക്കാതിരുന്ന ഒരു ലക്ഷ്യം അദ്ദേഹം 2026 സാധ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ കാണണം. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തെറ്റ് കാണുന്നില്ല. കാരണം രമേശ് ചെന്നിത്തല സീസൺഡ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. ദീർഘകാലമായിട്ട് കേരള രാഷ്ട്രീയത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ അംഗമായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം ക്ഷണിതാവായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സീനിയോറിറ്റി ഉള്ളൊരു നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വയ്ക്കുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ വേറൊരു കാര്യം, 11 വർഷത്തെ പിണക്കത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല NSSൻ്റെ വേദിയിലെത്തുന്നത്. ഒരു തിരുത്തി എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ സുകുമാരൻ നായർ അടക്കമുള്ളവർ വേദിയിൽ ഇന്നലെ പ്രയോഗിക്കുന്നതും കണ്ടു. മുമ്പ് ഈ ഒരു ബന്ധം, ഈ ഒരു അകൽച്ചയ്ക്ക് കാരണമായ കാര്യം, രമേശ് ചെന്നിത്തല ഇങ്ങനെ തഴഞ്ഞ സമയത്ത് ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹം എന്നെ നായരാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളൊക്കെ തുറന്നടിച്ച് ഉന്നയിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം സംസാരിച്ച ഒരു കാര്യം, നായർ സമുദായം NSS എന്ന് പറയുന്നത് മതനിരപേക്ഷയുടെ ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തി, വനോളം പുകഴ്ത്തി തങ്ങളുടെ സ്വന്തമാക്കാനുള്ളൊരു ശ്രമം നടത്തുകയുണ്ടായിരുന്നു. ഈ ഒരു അകൽച്ചയ്ക്ക് ശേഷം പരസ്പര വിരുദ്ധങ്ങളായ ഈ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചിട്ടുണ്ടാവുക? അതിൽ ഈ രമേശ് ചെന്നിത്തലയെ ഒരു നായരായി മുദ്രയടിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തല ഒരു കോൺഗ്രസ് ലീഡറാണ്. ആ നിലയ്ക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൻ്റെ മൊത്തത്തിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയുള്ളത്. ആ സ്വീകാര്യതയ്ക്കപ്പുറം എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ ഒരു നായർ നേതാവായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് ആലോചിക്കേണ്ടത് സത്യം പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാരിൻ്റെ സ്ഥാനത്ത് താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാക്കാനായിട്ട് NSS ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ സുകുമാരൻ നായർ ഏത് വിധത്തിലാണ് ശ്രമിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? രമേശ് ചെന്നിത്തലയെ പോലെ KPCCയുടെ പ്രസിഡൻ്റായിരുന്നു, നേരത്തെ മന്ത്രിയായിരുന്നു, കോൺഗ്രസ്സിനകത്ത് എന്താ പറയുക ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണെന്ന്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ നിലയ്ക്കൊക്കെ പ്രാമുഖ്യമുള്ളൊരു നേതാവിനെ താക്കോൽ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി എന്തിനാണ് സുകുമാരൻ നായർ ഇത്ര കഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. നായർ നേതാവ് എന്ന ബ്രാൻഡിങ്ങിന് തുടക്കമിട്ടതിൻ്റെ കാര്യം, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇതേ തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ KPCC പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലൊരു യാത്ര നടത്തുമ്പോൾ ഈ യാത്രയുടെ പത്തനംതിട്ട ജില്ലയിലെ പര്യടനം മാത്രം, പത്തനംതിട്ടയാണോ കോട്ടയാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പത്തനംതിട്ടയാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടുത്തെ യാത്ര മാത്രം മാറ്റിവെക്കുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പെരുന്നയിൽ ഇതേപോലെ എന്തോ സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമ്മേളനത്തിന് വേണ്ടിയിട്ട് KPCC നടത്തിയ യാത്ര മാറ്റിവെക്കുകയാണ് അന്നത്തെ KPCC പ്രസിഡന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയെ നായർ നേതാവായ ആരെങ്കിലും ബ്രാൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും രണ്ടാം ഘട്ടത്തിൽ സുകുമാരൻ നായർക്കുമാണ്. അപ്പോൾ അത് തുറന്നു പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ പിണങ്ങി എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിണങ്ങിയിരുന്നു എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ പിണക്കം തീർത്ത് ഇണക്കമായിട്ട് വരികയാണെങ്കിൽ പോലും ഈ രണ്ട് ലക്ഷ്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒന്ന്, രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കുറച്ച് കാലമായി കിട്ടാതിരുന്നൊരു പ്രോമിനൻസ് അദ്ദേഹത്തിന് കിട്ടുന്നു. ഇതേ സെയിം തിങ് സുകുമാരൻ നായരുടെ കാര്യത്തിലുണ്ട്. സുകുമാരൻ നായർക്കും ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് വലിയ പ്രോമിനൻസ് ഒന്നും അവകാശപ്പെടാനില്ല. കാരണം ഭരണത്തിൻ്റെ നേതൃത്വം വലിയ തോതിൽ അദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല. LDF നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു NSS ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട് ഓടിപ്പോയി അവിടെ NSSനെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമം നടക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ രമേശ് ചെന്നിത്തല വന്നപ്പോൾ കുറച്ചൊരു ലൈം ലൈറ്റിലേക്ക് അദ്ദേഹവും വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ലൈം ലൈറ്റിന് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 ഇലക്ഷൻ നമ്മൾ നോക്കുക. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചാണ് NSS. 72 സീറ്റാണ് UDFന് അന്ന് അധികാരത്തിൽ വരുമ്പോൾ കിട്ടുന്നത്. 2016 UDFനായിരുന്നു സുകുമാരൻ നായരുടെ പിന്തുണ. LDF അധികാരത്തിൽ വന്നു. അതിനുശേഷം ഏറ്റവും പ്രകടമായിട്ടത് സുകുമാരൻ നായർ പറഞ്ഞത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ വടകരയിൽ പോയി മത്സരിച്ച് ജയിച്ചതിന് ശേഷം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
അവിടുത്തെ കരയോഗത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റികളെല്ലാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ്. പീതാംബരക്കുറുപ്പായിരുന്നു എന്ന് തോന്നുന്നു സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങണം എന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടു, കോൺഗ്രസ് അവിടെ തോറ്റു. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളെടുക്കുക, വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് പോളിംഗ് ഡേറ്റിൻ്റെ അന്ന് രാവിലെ വരെ NSS ജനറൽ സെക്രട്ടറി ആയ സുകുമാരൻ നായർ കൊടുത്തിരുന്നു, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു സമദൂരമൊക്കെ പറയുമെങ്കിലും ആ സമദൂരം എന്ന് പറയുന്നത് UDFിലേക്കുള്ള ദൂരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രസ്താവന നടത്തുക എന്നുള്ളതിനപ്പുറം വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ക്ഷീണിതനായിരിക്കുന്ന ഒരാൾക്ക് രമേശ് ചെന്നിത്തലയുടെ വരവോടുകൂടെ കുറച്ചുകൂടെ ഒരു ഞങ്ങൾ ചിലത് ചെയ്യാൻ പോകുന്നു, ഞങ്ങളിതാ കോൺഗ്രസിൻ്റെ ഒരു ലീഡറെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും കൂടെ സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടു പേർക്കും ഒരു ലൈം ലൈറ്റിലേക്കൊന്ന് തിരിച്ചു വന്നു എന്ന് ആശ്വസിക്കാവുന്ന ഒരു ഇവൻ്റാണ് സത്യം പറഞ്ഞാൽ പെരുന്നയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. നമ്മൾ VD സതീശൻ കഴിഞ്ഞ ദിവസം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസ്താവന നടത്തുകയുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ശിവഗിരിയെ എതിർത്ത് രമേശ് ചെന്നിത്തല സംസാരിക്കുകയുണ്ടായി. ആചാരം പുനരാലോചിക്കുമായി മേൽക്കുപ്പായ അണിയുന്നത് പുനരാലോചിക്കുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലുള്ള ഒരു മത്സരമായി ഇതിനെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, കുറ്റം പറയാൻ പറ്റില്ല. മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച് VD സതീശൻ കഴിഞ്ഞ ടേമിൽ പ്രതിപക്ഷ നേതാവായി. അദ്ദേഹം വിചാരിക്കുന്നത് നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആൾ എന്നുള്ള നിലയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടാനുള്ള സ്വാഭാവികമായ യോഗ്യത എനിക്കുണ്ട് എന്നാണ് VD സതീശൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഏതാണ്ട് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നു, എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കുന്നു, വളരെ അരഗൻ്റായിട്ട് ചില കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നു. നിയമസഭയിൽ പോലും വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകളിൽ തന്ത്രം മെനയുന്നു. അതെ, തെരഞ്ഞെടുപ്പുകളിൽ തന്ത്രം മെനയുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണെങ്കിൽ പോലും വലിയ മാർജിനിൽ UDF ജയിക്കുന്നു. ഏറ്റവും അവസാനം പാലക്കാട് കിട്ടിയ വലിയ വിജയം, നേരത്തെ തൃക്കാക്കര കിട്ടിയ വലിയ വിജയം, പുതുപ്പള്ളിയിൽ കിട്ടിയ വലിയ വിജയം, അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നു. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമാന്യം ഭേദപ്പെട്ട വിജയം. ഭേദപ്പെട്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ഒരു സീറ്റ് പോയി എന്നുള്ളതേ ഉള്ളൂ, എന്നാലും വലിയ വിജയം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് UDFിനും കോൺഗ്രസിനും നേട്ടം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം വിചാരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ക്ലെയിം മുമ്പോട്ട് വയ്ക്കാൻ പറ്റും. ഇപ്പുറത്ത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത് അദ്ദേഹം മുൻകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണല്ലോ VD സതീശൻ നടത്തുന്നത്. അപ്പോൾ പക്ഷേ ചില കാര്യങ്ങളിൽ VD സതീശിനേക്കാൾ കുറെ കൂടെ മെച്യൂർഡായിട്ടുള്ള രീതിയിൽ താനാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ആ ക്ലെയിമിൽ കുറച്ച് കഴമ്പുണ്ട് തന്നെ. കാരണം VD സതീശൻ്റെ അത്രയും അരഗൻസ് രമേശ് ചെന്നിത്തല ഒരിക്കലും കാണിക്കാറില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോവുക എന്നുള്ള കാര്യമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് VD സതീശൻ ക്ഷോഭിതനായി സംസാരിച്ചതുപോലെ രമേശ് ചെന്നിത്തല ക്ഷോഭിച്ച് സംസാരിക്കാറില്ല. എതിരാളികളെ ഇത്രയും രൂക്ഷമായ ഭാഷയിലല്ല രമേശ് ചെന്നിത്തല വിമർശിക്കുക. അപ്പോൾ കുറെ കൂടെ മെച്യൂരിറ്റിയുള്ള ലീഡർ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നണിയെ നയിക്കാൻ, മുന്നിലുള്ള വിവിധ ഘടകകക്ഷികളുമായിട്ട് കുറെ കൂടെ ഭേദപ്പെട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ ഒക്കെ കോൺഗ്രസ് ലീഡർഷിപ്പിലേക്ക് ഞാൻ വരുന്നതാണ് നല്ലത് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടുപേർക്കും ഈ ക്ലെയിമുണ്ട്. ആ ക്ലെയിം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അതിനൊരു മത്സരത്തിൻ്റെ ഛായ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ മത്സരത്തിൽ എവിടെയൊക്കെയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതൊക്കെ ഏരിയയിലാണ് മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഒരേ സമയം ഈ NSSനെ പുകഴ്ത്താൻ അല്ലെങ്കിൽ സുകുമാരൻ നായരെ പുകഴ്ത്താൻ രമേശ് ചെന്നിത്തല തയ്യാറാകുമ്പോൾ ഇപ്പുറത്ത് സതീശൻ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാരമ്പര്യമാണ്, അതിനെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരു എന്താ പറയുക സവർണ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ഒരു പ്രീതിപാത്രമായി നിൽക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴിയാണ് ഞങ്ങളുടെ പ്രതിച്ഛായാ നിർമ്മിതി കുറെ കൂടെ ബെറ്റർ ആവുക എന്നാണ് ഇവർ രണ്ടുപേരും വിചാരിച്ച് വയ്ക്കുന്നത്. എന്നുവെച്ചാൽ സമുദായ നേതാക്കളുടെ അടുത്ത് പോവില്ല എന്ന് പറയുന്നത് വഴി ഉണ്ടാകുന്ന ഒരു NSSനോ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കോ ഉണ്ടാകുന്ന ഒരു അപ്രീതി ഈ സനാതനധർമ്മം ഇന്ത്യയുടെ പാരമ്പര്യമാണ്, അതിനെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് പറയുന്നതിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നാണ്
വി.ഡി. സതീശൻ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരും ഒരേ കാറ്റഗറി, അതായത് ഒരു ഹൈന്ദവ വിഭാഗത്തിലെ സവർണ ലീഡർഷിപ്പിന്, ആ വോട്ട് ബാങ്കിനെ, ആ വോട്ടർമാരെ, ആ സമുദായത്തെയല്ല ഞാൻ പറയുന്നത്, ആ ലീഡർഷിപ്പിനെ കാറ്റർ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി UDFൻ്റെ ലീഡർഷിപ്പിലേക്ക് എത്താൻ പറ്റും എന്നാണ് അവർ ധരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സവർണ ഹിന്ദു നേതൃത്വത്തെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസം NSS ആസ്ഥാനത്ത് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തിൽ NSSനെ മതനിരപേക്ഷതയുടെ ബ്രാൻഡായി അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു. മതനിരപേക്ഷതയുടെ കടാത്ത നിലവിളക്കാണ് എന്നൊക്കെയാണ് NSSനെ കുറിച്ച് പറഞ്ഞത്. അതേപോലെ മന്നത്ത് പത്മനാഭനെ കുറിച്ച് അദ്ദേഹം വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം വാസ്തവത്തിന് യോജിക്കുന്നതാണ്? അതുപോലെ തന്നെ അദ്ദേഹം മുമ്പ് പിണങ്ങിയത് അദ്ദേഹത്തെ നായരാക്കി ബ്രാൻഡ് ചെയ്യുന്നു എന്ന് ആരോപിച്ചിട്ടാണല്ലോ. ഇങ്ങനെയൊക്കെ മന്നത്തിനെ പുകഴ്ത്തുമ്പോൾ, NSSനെ പുകഴ്ത്തുമ്പോൾ ആ ബ്രാൻഡിങ് ഒന്നുകൂടി ശക്തമല്ലേ ചെയ്യുക? ആ ഒരു അപകടം അവിടെ ഉണ്ട്. രമേശ് ചെന്നിത്തല എന്താണോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അതിനെ അദ്ദേഹം തന്നെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ മണ്ണിൻ്റെ പുത്രനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഇതേ ബ്രാൻഡിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തല പോലൊരു സീനിയർ നേതാവിനുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ NSS പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാ കാലത്തും ഇപ്പോൾ നാരായണ പണിക്കരുടെ കാലം മുതൽ ഇങ്ങോട്ട് സമദൂരമാണ് അവരുടെ സിദ്ധാന്തം. ഈ സമദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴേ ഉള്ളൂ സമദൂരം LDFും UDFുമായിട്ടുള്ള സമദൂരമായിരിക്കുന്നത്. ഇത് LDFും UDFുമായിട്ട് മാത്രമുള്ള സമദൂരമല്ല. ഇപ്പോൾ അത് BJPയും RSSുമായിട്ടുള്ള സമദൂരം കൂടിയായിട്ട് നമ്മൾ കാണണം. അതൊന്നാമത്തെ കാര്യം. മാത്രമല്ല, മതനിരപേക്ഷതയുടെ കെടാത്ത നിലവിളക്ക്, വലിയ ബ്രാൻഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതേ NSSൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ തന്നെയാണ് സവർക്കറെ കേരളത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ച വ്യക്തി, ഗോൾവർക്കറെ സ്വീകരിച്ച് ആനയിച്ച വ്യക്തി. ശ്യാമപ്രസാദ് മുഖർജി ഈ ഹിന്ദു സമുദായങ്ങളുടെ ഐക്യമുണ്ടാക്കാനായിട്ട് രാജ്യത്താകമാനം സഞ്ചരിച്ച് ശ്രമം നടത്തിയപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചത് മന്നത്ത് പത്മനാഭനോടായിരുന്നു. അന്ന് അതിനുശേഷമാണ് മന്നത്ത് പത്മനാഭനും R. ശങ്കറും ചേർന്ന് കേരളത്തിൽ ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഈ ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളമേകിയ സംഗതികൾ തന്നെയാണ്. അവർക്ക് യാതൊരു റൈറ്റും ഇല്ലാതിരുന്ന, യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാതിരുന്ന, യാതൊരു സ്റ്റേക്കും ഇല്ലാതിരുന്നൊരു കാലത്ത് ആ സ്റ്റേക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇവരൊക്കെ. അതിൻ്റെ തുടർച്ചയിലാണിത്. ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ പിൽക്കാലത്ത് കേൾക്കുന്ന നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ കൂടെ ചേർന്ന് വലിയ ഐക്യത്തിൻ്റെ ഇത് പറയുന്നത്. ഈ ഐക്യം, ഇതേ ഐക്യം തന്നെയാണ് RSS കാലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഐക്യപ്പെടാത്ത ആളുകളാണ് ഇവരൊക്കെ ജനറലി ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിന് കീഴിലേക്ക് കൊണ്ടുവരാനാണ് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണിയാണ് ഇവരെടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ശബരിമലയിലെ പ്രായഭേദമില്ലാതെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇതാ ഒരു സുവർണാവസരം എന്ന് BJP പറഞ്ഞപ്പോൾ ആ സുവർണാവസരത്തെ പരമാവധി ഉപയോഗിക്കാൻ പാകത്തിൽ ഈ പെരുന്നയിലെ NSS ആസ്ഥാനത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ഈ നാമജപ ഘോഷയാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് സുകുമാരൻ നായർ. അത് കേവലം മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള നിലപാടായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വർഗീയമായിട്ടുള്ളൊരു നിലപാടായിട്ടോ അല്ലെങ്കിൽ ആചാര സംരക്ഷണം എന്ന് പറയുന്ന ഒരു ഉപാധി ഉപയോഗിച്ചുകൊണ്ട് വർഗീയതയെ വളർത്താൻ BJP നടത്തിയ ശ്രമത്തിന് നൽകിയ പിന്തുണയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ മന്നത്ത് പത്മനാഭനെ നവോത്ഥാന നായകനായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടും നായർ കമ്മ്യൂണിറ്റിയിൽ അന്നുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ, അത് ആചാരങ്ങളായിട്ടാണ് ഇപ്പോൾ വേണമെങ്കിൽ പറയാവുന്നത്, ഇപ്പോൾ ഷർട്ടിടുന്നത് ആചാരമാണ് എന്ന് സുകുമാരൻ നായർ പറയുകയാണെങ്കിൽ അന്ന് മന്നത്ത് പത്മനാഭൻ അനാചാരം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സുകുമാരൻ നായർക്ക് വേണമെങ്കിൽ ആചാരമായിട്ട് കാണാം. സംബന്ധം പോലുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിന് ആചാരമായിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ അന്ന് ആ അനാചാരങ്ങൾക്കെതിരെയൊക്കെ മന്നത്ത് പത്മനാഭൻ നിലകൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനങ്ങളിലൂടെ മരുമക്കത്തായം എന്നുള്ളത് മാറി മക്കത്തായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് കൊണ്ടൊക്കെയാണ്
അദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ട് നമ്മൾ കാണുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നവോത്ഥാന നായകനാണോ അല്ലയോ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട. കാരണം വിമോചന സമരത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട്. അതിനുശേഷം വിവിധ ജാതി വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ വാക്കുകൾ, അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊന്നും ഒരു പൊതുവേദിയിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല. ഈഴവരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു പൊതുവേദിയിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. KR ഗൗരി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളെ ഏത് വിധത്തിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ട് പരിഗണിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മറന്നു വെച്ചുകൊണ്ട് NSS എന്തോ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഉജ്ജ്വലമായി പ്രവർത്തിച്ചൊരു സംഘടനയാണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വസ്തുതാപരമായ പിശകുകളുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ഓർക്കേണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ കൂടെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമാണ്. അദ്ദേഹം 2026 ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹവും VD സതീശനും ഒരേപോലെ പറയുന്നുണ്ട്, ഞങ്ങൾ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടിട്ടല്ല ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പറയുന്നതിലും അത്ഭുതമില്ല. പക്ഷേ ആത്യന്തികമായി എന്താണോ അവർ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇത്തരം പരാമർശങ്ങൾ ഗുണം ചെയ്യില്ല എന്ന്, അത് സനാതനധർമ്മം ഇന്ത്യയുടെ പാരമ്പര്യമാണെന്ന് പറയുന്ന VD സതീശനാണെങ്കിലും എന്താ പറയുക, ഇതാണ് മതനിരപേക്ഷതയുടെ പത്തരമാറ്റ് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിലും രണ്ടുപേർക്കും ഗുണം ചെയ്യില്ല എന്ന് രണ്ടുപേരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തിളങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ഒരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ KC വേണുഗോപാലുണ്ട്, K സുധാകരനുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്ത വർഷം ഒരു ഭരണമാറ്റത്തിന് കേരളം സാക്ഷിയാവുകയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഉള്ളൊരു ഭാവി എന്തായിരിക്കും? അല്ല, അതിൽ ഇപ്പം KC വേണുഗോപാൽ ഇപ്പോൾ നാഷണൽ ലീഡർഷിപ്പിൽ നിന്ന് പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. K സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു ക്ലെയിം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, കാരണം KPC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതൊക്കെ ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും ഈ മത്സരത്തിനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡെഫിനറ്റ്ലി ഇന്നലെ ശിവഗിരിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കൂടെ നമ്മൾ അക്കൂട്ടത്തിൽ ഓർത്തു വയ്ക്കണം. VD സതീശൻ സനാതനധർമ്മത്തെ പിന്തുണച്ച്, അല്ലെങ്കിൽ സനാതനധർമ്മം ഇന്ത്യൻ പാരമ്പര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ടാണ് K സുധാകരൻ സംസാരിക്കുന്നത്. K സുധാകരൻ പറയുന്നത് അത് സനാതനധർമ്മം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ച് പറയുകയാണ് സുധാകരൻ ചെയ്യുന്നത്. അപ്പോൾ സതീശനുമായിട്ടുള്ള ആ ഗ്യാപ്പ് അത് സംഘടനാ ലെവലിൽ മാത്രമല്ല മറ്റ് ലെവലിലും അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാനുള്ളൊരു സാധ്യതയും അവിടെ ഉണ്ട്. അപ്പോൾ മാത്രമല്ല ഓവർ എ പീരീഡ് കോൺഗ്രസ് എന്ന് പറയുന്നത്, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നതും കേരളത്തിലെ നിയമസഭാ കക്ഷി എന്ന് പറയുന്നതും ഏതാണ്ട് VD സതീശൻ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ മറികടന്ന് നിൽക്കുന്ന 2-3 പേരെ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ സീനിൽ. ഒന്ന് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ വേറൊരു ഏരിയയിൽ കേന്ദ്രീകരിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു എന്നുകൊണ്ട് മാത്യു കുഴൽനാടൻ ഉയർന്നു നിൽക്കുന്നുണ്ട്. പിന്നെ പാലക്കാട് വടകരയിൽ ജയിക്കുകയും പാലക്കാട് ജയത്തിന് വേണ്ടി യത്നിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തുകൊണ്ട് ഷാഫി ഉയർന്നു നിൽക്കുന്നുണ്ട്. മുരളീധരൻ വേറൊരു നിലയ്ക്ക് വരുന്നത്. ഇങ്ങനെ 2-3 പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതൃനിര എന്ന് പറയുന്നത് അദൃശ്യമാണ്. ഇപ്പോൾ ബാക്കിയൊക്കെ VD സതീശനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിനെതിരെ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ കോൺഗ്രസിൽ സ്വാഭാവികമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോൾ അതൊരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണകരമാകും എന്ന് രമേശ് ചെന്നിത്തല കരുതുന്നുണ്ടാകും. ഇങ്ങനെ പല നിലയ്ക്കുള്ള ഇക്വേഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ മത്സരം അവിടെ ഉണ്ടാവും. ഈ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ മത്സരം ഗുണകരമാകും എന്നാണ്. അവരെ സംബന്ധിച്ച് സംഘടനാ സംവിധാനം കുറെ കൂടി ഊർജ്ജസ്വലമാകും. കാരണം ഇത് താഴെത്തട്ടിൽ ഈ സംഘടനയെ ഇങ്ങനെ ആളെ കൂടെ നിർത്തേണ്ടി വരും, താഴെത്തട്ടിലെ നേതാക്കളെ കൂടെ നിർത്തേണ്ടി വരും. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പ്രവർത്തകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ രണ്ടുപേരും ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. താരതമ്യേന ദുർബലമായി കിടക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തെ ഒരുപക്ഷെ മെച്ചപ്പെടുത്താൻ ഇവരുടെ ഈ മത്സരം സഹായിച്ചേക്കും. അത് കോൺഗ്രസിന് ഗുണകരമാവും, അത് പാരലലി UDFനും ഗുണകരമാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് അതങ്ങനെ നടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. ഏതായാലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനിയൊരു വർഷം കോൺഗ്രസിൻ്റെ നേതൃമാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.